ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ DIY നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് അടിപൊളി ഒരു ഫേസ് പാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷമാണുള്ളത്. കാരണം ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ വെച്ച് ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ശരിക്കും നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എത്ര പ്രായമായാലും കൊറിയക്കാരുടെ സ്കിന്ന് ഒരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കും. ചുളിവുകൾ ഒന്നും തന്നെ അവരുടെ സ്കിന്നിൽ ഉണ്ടാവില്ല, ഒരു പാട് പോലും ഉണ്ടാവില്ല. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ഉള്ള സ്കിന്നാണ് കൊറിയക്കാരുടേത്. എത്ര പ്രായമായാലും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ ഒരു കറുത്ത പാടുകളോ അല്ലെങ്കിൽ ചുളിവുകളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ഗ്ലാസ് സ്കിൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സ്കിൻ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മാത്രം മതി. പിന്നെ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ ടീ ആണ്. ഞാനിവിടെ ടെറ്റ്ലിയുടെ ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ഗ്രീൻ ടീ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും തന്നെ ഈസിലി അവൈലബിൾ ആണ്. വലിയ വിലയൊന്നുമില്ല, എല്ലാവർക്കും തന്നെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ ലൂസായിട്ടുള്ള ഗ്രീൻ ടീ ആണ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഗ്രീൻ ടീയുടെ ബാഗാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ടീ ബാഗാണ് എടുക്കേണ്ടത്. ഏതായാലും കുഴപ്പമില്ല, ലൂസായിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ടീ ബാഗാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിവിടെ കുറച്ച് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗ്രീൻ ടീ ചേർത്ത് കൊടുക്കാം. ടീ ബാഗ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ടീ ബാഗ് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ആ ഗ്രീൻ ടീ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ ടീ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും തന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് ഗ്രീൻ ടീ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ ഒരുപാട് നല്ലതാണ്. കാരണം മുഖക്കുരുവും അതുപോലെ തന്നെ പാടുകളൊക്കെ മാറിക്കിട്ടാനും നമ്മുടെ സ്കിന്നിലുള്ള ഓപ്പൺ പോൾസ്, കറുത്ത പാടുകൾ ഒക്കെ മാറാനും ചുളിവുകൾ മാറാനും സ്കിൻ എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒക്കെ വളരെ നന്നായിട്ടുള്ള ഒന്നാണ് ഗ്രീൻ ടീ. ഇതിൽ ഈ ഗ്രീൻ ടീയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അതേപോലെ തന്നെ വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് തന്നെ നിറം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഒരു ക്ലീനായിട്ട് ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടിയാണ്. ഞാനിപ്പോൾ പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇത് വറുക്കാത്ത പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വറുത്ത അരിപ്പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്കിന്നിലെ അഴുക്കുകളും അതുപോലെ തന്നെ ഡെഡ് സെൽസും ടാനും ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മാറാനായിട്ട് അരിപ്പൊടി വളരെ നല്ലതാണ്. മാത്രമല്ല ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാനും പോൾസിൻ്റെ ആ സൈസ് കുറയ്ക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അരിപ്പൊടി. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് കറ്റാർവാഴ ജെല്ലാണ്. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴ ജെല്ലാണ് എടുക്കുന്നത്. നിങ്ങൾ കടയിൽ നിന്നും വാങ്ങുന്ന കറ്റാർവാഴ ജെല്ലിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ജെല്ല് മാത്രമായിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാനിവിടെ കറ്റാർവാഴ ജെല്ല് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ അരിപ്പൊടിയായിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ആയി കിട്ടും. അല്ലെങ്കിൽ അത് നമുക്ക് അരിപ്പൊടിയായിട്ട് മിക്സ് ആയി കിട്ടാനായിട്ട് അതൊരു ബുദ്ധിമുട്ടാവും. സ്കിന്നിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാനും അതേപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും ഒരുപാട് നല്ലതാണ് കറ്റാർവാഴ. മെയിനായിട്ട് വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകൾ മാറിക്കിട്ടാനും അതേപോലെ തന്നെ പിമ്പിൾസ്, കറുത്ത പാടുകൾ അതൊക്കെ മാറാനും സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒന്നാണ് കറ്റാർവാഴ. ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ തേനാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഗ്രീൻ ടീയുടെ വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഈ ഗ്രീൻ ടീ നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ട് വെള്ളം മാത്രമായിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ അരിച്ചെടുക്കാതെ യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. നമ്മുടെ ഗ്രീൻ ടീയുടെ ആ ഫുള്ള് സത്തും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ അരിച്ചെടുക്കാതെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ
ഫേസ് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതായി വന്നിട്ടുണ്ട്. ഒറ്റ യൂസിൽ തന്നെ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയായിരിക്കും ഇത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുക. ഈ പാക്ക് നിങ്ങൾ മുഖം വൃത്തിയാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്ലൈ ചെയ്തതിന് ശേഷം പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിൽ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രബിങ്ങിൻ്റെ ഒരു ഫീലും കൂടി കിട്ടും. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആ മൂക്കിൻ്റെ സൈഡിലും അതേപോലെ തന്നെ ചുണ്ടിൻ്റെ സൈഡിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം ആ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതേപോലെ തന്നെ കറുപ്പ് നിറമൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകണം എന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖത്ത് നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം 20 മിനിറ്റ് മുഖത്ത് തന്നെ വയ്ക്കുക. പിന്നെ നിങ്ങൾക്കിത് കൈകളിലും അല്ലെങ്കിൽ ഒരു ബോഡി സ്ക്രബായിട്ടും ഒക്കെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. കൈകളിലും കാലുകളിലൊക്കെയുള്ള ടാനൊക്കെ മാറി കിട്ടാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു പാക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് എന്നല്ല ഏതൊരു പാക്കും അപ്ലൈ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ യൂസ് ചെയ്യൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ ചുളിവുകൾ വരും. പിന്നെ അല്ലെങ്കിൽ സ്കിൻ ഒരുപാട് ഡ്രൈ ആയി പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ആ ഒരു കാര്യം ചെയ്യാം. മോയ്സ്ചറൈസറോ അല്ലാന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. 100% നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്